നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ വീണ്ടും നമ്മുടെ ചാനലിൽ കുറച്ച് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തലമുടി കൊഴിയുക അല്ലെങ്കിൽ മുടിയെല്ലാം പൊട്ടിപ്പോവുക, അതിനൊക്കെ എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെയാണ് എൻ്റെ മുടി കൊഴിച്ചിൽ ഒക്കെ മാറ്റിയത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഈ ഒരു ഒറ്റ ടിപ്പ് മാത്രം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എത്ര തന്നെ ഹെയർ ഫോൾ ഉള്ള ആളുകൾക്കാണെങ്കിലും പകുതിയിൽ കുറവ് മാത്രമേ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ മുടി കൊഴിയുള്ളൂ. അപ്പം ഒന്നുമില്ല, രാവിലെയും വൈകുന്നേരവും 1 മിനിറ്റ് വെച്ചിട്ട് തലമുടി നന്നായിട്ട് കോംബ് ചെയ്യുക. കോംബ് ചെയ്യുമ്പോൾ തലമുടിയുടെ തുമ്പ് ആദ്യം ഇങ്ങനെ ഇതുപോലെ ചീവി കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടെ കയറ്റി ചീവുക. അതിനുശേഷം പിന്നെ കുറച്ചും കൂടെ മുകളിലേക്ക്, അങ്ങനെ പിന്നെ ലാസ്റ്റ് സ്കാൽപ്പിൽ തലയോട്ടിയിൽ തട്ടി താഴോട്ട് ഈരാം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ കോംബ് ചെയ്തിരുന്നത് സാധാരണ പോലെ സ്കാൽപ്പ് തുടങ്ങി താഴെ വരെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ മുടി ഇങ്ങനെ താഴെ വന്ന് ഇങ്ങനെ പൊട്ടി, അതായത് ജട പിടിച്ചിരിക്കും. അത് പിന്നെ ചീർപ്പ് വെച്ച് വലിക്കും. അങ്ങനെ നമ്മുടെ മുടി മുഴുവൻ പൊട്ടും. ഒരുപാട് മുടി എനിക്ക് അങ്ങനെ സ്പ്ലിറ്റൻസ് വന്നതും മുടി മുഴുവൻ പൊട്ടിപ്പോയതും അങ്ങനെ കോംബ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതുപോലെ കോംബ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ജടയും നമുക്ക് നമ്മുടെ മുടിയിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരവും നേരത്തെ കാണിച്ചതുപോലെ 1 മിനിറ്റ് നേരെ നിന്ന് കോംബ് ചെയ്യുക. പിന്നെ 1 മിനിറ്റ് തല ഇതുപോലെ ഫ്രണ്ടിലേക്ക്, മുടി മുഴുവനും ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് സ്കാൽപ്പ് തട്ടി താഴോട്ട് നന്നായിട്ട് ചീവി കൊടുക്കുക. എന്നിട്ട് തലമുടി മുകളിൽ കെട്ടിവെക്കുക. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചെയ്താൽ മതി. ഞാനിപ്പോൾ പറഞ്ഞ പോലെ രാവിലെ നിങ്ങൾ ഇതുപോലെ തന്നെ മുടി സ്കാൽപ്പ് തട്ടി താഴോട്ട് ഫുള്ളായിട്ട് കോംബ് ചെയ്യുക. 1 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ നിങ്ങൾക്കറിയാലോ, ഇതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഡ്രൈ ഹെയർ ആണ്, അതുകൊണ്ട് ഇപ്പം കാച്ചിയ എണ്ണ കുറച്ച് നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒലിവ് ഓയിലും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. എന്നിട്ടത് ആവശ്യത്തിന് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ആവശ്യത്തിന് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി, അതൊന്ന് ചൂടാക്കിയിട്ട്, നേരിട്ട് ചൂടാക്കല്ല കേട്ടോ, ഡബിൾ ബോയിൽ മെത്തേഡ് വഴി ചൂടാക്കിയിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. അത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈ ഹെയർ അല്ല, നോർമൽ ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എണ്ണ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും മുടി ഇങ്ങനെ പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് ഉണ്ടാവും. നന്നായിട്ട് കോംബ് ചെയ്യുക. കോംബ് ചെയ്യുമ്പോൾ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. താഴെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് വിചാരിക്കുക. എന്നോട് കുറേ പേരായി ചോദിക്കുന്നു. കാരണം കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ഞാനിങ്ങനെ കുറച്ച് ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് കുറേ പേര് എന്നോട് ഇങ്ങനെ ഫോണിൽ ചോദിക്കുന്നുണ്ട്, വാട്സപ്പൊക്കെ അയച്ചു വെക്കുന്നത് എണ്ണ പറ്റുന്നത് എങ്ങനെയാണ്, മുടി കൊഴിച്ചിൽ എങ്ങനെയാണ് മാറി. ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുക, അതുപോലെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പം എത്രയൊക്കെ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല എന്നുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇതൊന്ന് ചെയ്യാൻ പറ്റും. കാരണം പണ്ട് നമ്മളിതൊക്കെ ചെയ്തിരുന്നതാണ് അല്ലേ. പണ്ട് നമ്മുടെ അമ്മമാരും വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയൊക്കെ ചീവി കെട്ടി, ഈ സന്ധ്യക്ക് മുന്നേ തന്നെ മുടിയൊക്കെ ചീവി കെട്ടി വെക്കുക എന്നുള്ള ഒരു രീതിക്ക് ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീവുമ്പോൾ തന്നെ, ആ കോംബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ബ്ലഡ് സർക്കുലേഷൻ വഴിയാണ് നമുക്ക് മുടിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലല്ലോ. ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സമയത്ത് ഒന്ന് ചീകിട്ട് പോയിന്നല്ലാതെ തലമുടിക്കും സ്കാൽപ്പിനും കൊടുക്കേണ്ട കെയർ ഒന്നും നമ്മളിപ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് മടിയാണ്. സമയമില്ല എന്നുള്ളതല്ല, സത്യം പറഞ്ഞാൽ മടിയാണ്. അപ്പം അതില്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും മുടി അതിന് കൊടുക്കേണ്ട കെയർ കൊടുക്കാണ്ടാകുമ്പോൾ അതെന്തായാലും കൊഴിഞ്ഞു പോകും. അപ്പൊ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 1 മിനിറ്റ് വെച്ച് നിങ്ങളുടെ മുടി കോംബ് ചെയ്യുക. തലമുടി ഫ്രണ്ടിലേക്ക് വിടണം, അതുപോലെ തന്നെ ബാക്കിലേക്ക് ഇട്ടിട്ട് സ്കാൽപ്പ് തട്ടി ഈ കോംബ് ചെയ്യുക. കോംബ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് കോംബ് ചെയ്യുക. എന്നിട്ട് റെഗുലറായിട്ട് നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത് വെച്ചാൽ അത് തേക്കാം. ഡീപ്പായിട്ട് ഓയിലിൽ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും നിറയെ എണ്ണ തേച്ചിട്ട് നമ്മൾ കുളിക്കേണ്ട കാര്യമില്ല കേട്ടോ. തൊട്ട് പരട്ടിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം മാത്രം ഡീപ്പായിട്ട് ഓയിലിൽ കൊടുക്കുക. ഹെയർ പാക്ക് ഉണ്ടെങ്കിൽ ഹെയർ പാക്ക് ഇടുക. എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ഹെർബൽ ഷാമ്പോ താളി വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. അതിലേക്ക് താങ്ക് യു.